സ്വന്തം ഇഷ്ടമാണ്. ഇപ്പം ഉള്ള ഏറ്റവും വലിയൊരിതാണ് എൻ്റെ ശരീരം, എൻ്റെ അവകാശം. ഞാൻ എന്തും ചെയ്യും എന്നുള്ളത്. ഇപ്പം നഗ്നതാ പ്രശ്നം നടത്തുന്നവരോ ഉം. അല്ലെങ്കിൽ ഉം. ഇങ്ങനെ എക്സ് റേറ്റഡ് മൂവിയിലൊക്കെ അഭിനയിക്കുന്നവരൊക്കെ ഉള്ള ഒരു മാതൃക ആൾക്കാരായിട്ട് വരികയും ഇവർക്ക് അതിനെ ഫോളോ ചെയ്യണം, കാശുണ്ടാക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നൊരു സംഭവം വരുന്നില്ലേ? പക്ഷെ അത് ചില ആൾക്കാർ പറയുന്നത് കുലസ്ത്രീയാണ്ടല്ലേ ഒരു എനിക്ക്. കുലസ്ത്രീയും അല്ല. ഞാൻ കുലസ്ത്രീയൊന്നുമല്ല. ഇപ്പൊ അതിലൊരു കാരണമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ആ, എൻ്റെ ഭർത്താവ് എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. വീട്ടിൽ തന്നെ ഇരിക്കണം. എൻ്റെ ഭാര്യയാണ് പാചകം ചെയ്ത് എനിക്കും മക്കൾക്കും തരിക. ഓരോ കാര്യം ചെയ്യുന്നതിനും പ്രായം ആരാണ് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്? ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു പ്രിവിലേജ് എന്ന് പറയുന്നത് ഒന്നിനും ഒരു പ്രായപരിധിയില്ല. നമ്മള് അല്ല, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുമ്പോൾ ആ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ജലസിയുടെ ഫീലിംഗ് നിന്ന് ഉണ്ടാവുന്നതായിരിക്കുമോ? നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ സ്വാതന്ത്ര്യം തരുന്ന ഒരു മണ്ണാണ് UK എന്ന് പറയുന്നത്. മിനി സ്കേർട്ട് ഇട്ടുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. അപ്പം അത് കാണുമ്പം ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എന്താണെന്നൊന്ന് നോക്കും. ചിലപ്പോൾ ആ വീഡിയോ ഫുള്ള് കാണും. ഒരു പ്രായം കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെയുള്ള ഈ പോസ്റ്റിങ്ങും ബാക്കിയുള്ള റീൽസ് ആയാലും ഒക്കെ അവോയ്ഡ് ചെയ്യണം എന്നാണ് ഈ ഇടയ്ക്ക് നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ നമ്മുടെ ഒരു ഗസ്റ്റ് പറഞ്ഞത്. അത് അവർ വളരെ സ്ട്രോങ് ആയിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ രശ്മി ആക്ച്വലി പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു രശ്മിക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നമ്മൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ? ടു ബി ഹോണസ്റ്റ് വിത്ത് യു, എനിക്ക് ശരിക്കും ഒരു തമാശ പോലെ തോന്നിയ കേട്ടോ. എനിക്ക് തോന്നിയ കാര്യം ഞാൻ അതുപോലെ പറഞ്ഞാണ്. ഈ ഓരോ കാര്യം ചെയ്യുന്നതിനും പ്രായം ആരാണ് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്? ഒരു കാര്യത്തിനും, പ്രത്യേകിച്ച് നമ്മളൊക്കെ UK ജീവിക്കുന്ന മലയാളികളാണ്. UK നമ്മളിവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തവരുണ്ട്, അല്ലാത്തവരുണ്ട്. എങ്ങനെയായാലും നമ്മൾ ബേസിക്കലി മലയാളികളാണ് അല്ലേ? നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു പ്രിവിലേജ് എന്ന് പറയുന്നത് ഒന്നിനും ഒരു പ്രായപരിധിയില്ല. ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയത് എനിക്ക് എൻ്റെ മോൻ അന്നേരം അവൻ 4ലോ 5ലോ കണ്ട് പഠിക്കുമ്പോഴാണ്. അപ്പം അങ്ങനെയുള്ള പല അല്ല 7 പഠിക്കുമ്പോഴാണ്. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് നാട്ടിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നാട്ടിൽ എല്ലാത്തിനും ഇപ്പം എല്ലാത്തിനും ഇപ്പം ജോലിക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടല്ലേ? റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പഠിക്കുന്നതിനുണ്ട്. എനിക്ക് തോന്നുന്നു ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അവിടെ 35 വയസ്സ് ഉണ്ട് ആണെന്ന് ഉണ്ട് ഉണ്ട് തോന്നുന്നു. ഉണ്ട്. ഇപ്പം നമ്മളൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടാനേ പാടാണ്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അത് ആരാണ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതെന്ന് എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല. ഞാൻ ഈ പറയുന്ന എൻ്റെ അഭിപ്രായമാണ്. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ സന്തോഷം വേറെ ആരും കൊണ്ടുവന്ന് പക്ഷെ അത് തരില്ല. മറ്റൊരാളുടെ സന്തോഷത്തെ കെടുത്തുന്നതാണെങ്കിൽ അതെങ്ങനെയാ മറ്റൊരാളുടെ സന്തോഷത്തെ കെടുത്തുന്നത്? അതിലൊരു കാരണമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ആ, എൻ്റെ ഭർത്താവ് എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. വീട്ടിൽ തന്നെ ഇരിക്കണം. എൻ്റെ ഭാര്യയാണ് പാചകം ചെയ്ത് എനിക്കും മക്കൾക്കും തരിക. ജോലിക്ക് പോയി ശമ്പളം എൻ്റെ കയ്യിൽ കൊണ്ടുത്തരിക. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ എനിക്കറിയാവുന്ന വേറൊരാൾ വളരെ ആക്റ്റീവായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് വരും. ഇപ്പം നിങ്ങളുടെ ഗസ്റ്റായിട്ട് വന്നത് ആരാന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. കാരണം ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു അഭിപ്രായങ്ങളുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെന്റിൽ അവർ പറയുന്നത് അതായത് ഇങ്ങനെ ഈ പിന്നെ സ്ത്രീകൾ ഇങ്ങനെ പല രീതിയിലുള്ള ഇത് കാണിക്കുമ്പോൾ ഡാൻസ് ആയാലും പാട്ടായാലും അല്ലെങ്കിൽ വളരെ അരോചകമായ രീതി തോന്നുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇപ്പം അവർക്ക് അരോചകമായിട്ട് തോന്നിയത് ആ ചെയ്യുന്ന അവർക്ക് അരോചകമല്ലായിരിക്കും. അവരുടെ റൂമിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സ്ഥലത്ത് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ? വളരെ ശരിയാണ്. അതിപ്പോ മറ്റൊരു ഫാമിലിയെ ഹേർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതോ ആണെങ്കിൽ ആ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പം ഒരാളുടെ പേര് പറഞ്ഞ് അവരെ വളരെ മോശമായിട്ട് സംസാരിക്കുക. ഇപ്പം ഓരോരുത്തർക്കും അവരവരുടെ ശരികളുണ്ടായിരിക്കും. പിന്നെ എൻ്റെ ഇത്രയും നാളത്തെ ഒരു ജീവിതത്തിനിടയ്ക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യങ്ങളുണ്ട്. പലപ്പോഴും പല ആൾക്കാരുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾ എല്ലാവരും ഒന്നും വിളിക്കുമെന്നല്ല, ചില ആൾക്കാരൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് അത് എഴുതുന്ന കൊണ്ടായിരിക്കും, ചിലപ്പം മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും. ചിലർക്ക് നമ്മളോടൊരു അടുപ്പം തോന്നില്ലേ, ഇന്ന ആളോട് എനിക്ക് സംസാരിക്കാം, അവരെ വിശ്വസിക്കാന്നൊക്കെ തോന്നത്തില്ലേ. അപ്പം അങ്ങനെ ആയിരിക്കാം എന്തായാലും. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ പുറമേ കാണുന്നത് പോലെയേ അല്ല മനുഷ്യർ. നമ്മളൊക്കെ വിചാരിക്കുന്നതിലും വളരെ ചെറുതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം
ഈ ഒരു ചെറിയ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, സംസാരിക്കുന്നു. ഷാഫിയുടെ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഫാമിലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ സന്തോഷങ്ങളുണ്ട്, ഇതൊന്നും എനിക്കറിയില്ല. നമ്മൾ ഈ ഇന്റർവ്യൂവിനെ കുറിച്ചും ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഒരാളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയുന്നത്. ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മറക്കാൻ വേണ്ടിയായിരിക്കും അവരങ്ങനെ ഒരു കാര്യം തീർച്ചയായിട്ടും. ചെയ്യുന്നത്. തീർച്ചയായിട്ടും. വളരെ നല്ല അപ്പൊ അത് പോയിന്റ്. അവരെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒരു ഗസ്റ്റ് ആയിട്ട് വന്ന റീന എന്ന് പറഞ്ഞ്, ഞാൻ ആ പേര് പറയാനുള്ള കാര്യം, അതെ, റീന ചേച്ചി. എനിക്ക് ആ ആം, റീന ചേച്ചിയുടെ ആ ഒരു വീഡിയോ, ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അവർ വളരെ ഒറ്റപ്പെട്ടു പോയ കുറേ സമയങ്ങളുണ്ട്, വയ്യാതെയൊക്കെ വന്നപ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ചിലപ്പം ചിലതിൽ നിന്നുള്ള നമ്മുടെ ഒരു രക്ഷപ്പെടലായിരിക്കും ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും. ചെയ്യുന്നത്. തീർച്ചയായിട്ടും. സി ഷാഫി, ഞാൻ പറയുവാണെങ്കിൽ പറയും, നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്താൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യത്തിൽ, നമ്മൾ പറയുന്നതിനകത്തൊരു കാര്യമുണ്ടോ എന്ന് ഇപ്പോൾ ഒരാൾക്ക് നമ്മളൊരു അഡ്വൈസ് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുവാണ്, ഒന്ന് ശ്രദ്ധിക്കുക. നല്ലതാണെങ്കിൽ മാത്രം അത് എടുക്കുക. അത് വേറൊരാളെ ഹേർട്ട് ചെയ്യുന്നില്ല, അവർക്കത് സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോയിക്കൂടാ? ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് ഒന്നിലും താല്പര്യമില്ലാത്ത ചില മനുഷ്യരുണ്ട്. അത് അവർ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒന്നിലും താല്പര്യമില്ലാത്ത ഒരു മനുഷ്യൻ, ഒന്നിനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമായ ഒരു ഇതൊരു അവസ്ഥയാണ്. ജലസിയുടെ ഇതിൽ നിന്ന് വരുന്നതാന്ന് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഏത്, പറയുന്നത്? ഈ ഈ സോഷ്യൽ പറയുന്നത് മീഡിയയെ കുറിച്ചോ? അല്ല, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുമ്പോൾ ആ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ജലസിയുടെ ഫീലിംഗ് നിന്നുണ്ടാവുന്നതായിരിക്കുമോ? ഉം, ര- നമുക്കറിയില്ല. അല്ല, ചിലപ്പം അത് കാണും, അല്ലെങ്കിൽ മറ്റൊരു കാരണം കാണും. നമുക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മറ്റൊരാൾ ചെയ്യുന്നതിലുള്ള ആ ഒരു എനിക്ക് ജലസി ചെയ്യാൻ ഫീൽ പറ്റുന്നില്ല. കാണും, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ചിലപ്പോൾ അവർ വളരെ യാഥാസ്ഥിതികമായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കും. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, കല്യാണം കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നിൽക്കണം, അങ്ങനെയൊക്കെ. ഇപ്പം നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു അറിവുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. ഈ പറഞ്ഞ വ്യക്തിയെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാത്തത് കൊണ്ട് എനിക്ക് അതിന് ആധികാരികമായിട്ട് മറുപടി പറയാൻ പറ്റില്ല. പക്ഷെ ഞാനിപ്പോൾ ജനറലായിട്ട് പറഞ്ഞാണ്. എനിക്ക് തോന്നുന്നത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ സ്വാതന്ത്ര്യം തരുന്ന ഒരു മണ്ണാണ് UK എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മിസ്യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ ചെയ്ത് നമുക്ക് സന്തോഷമുണ്ട്. ആരും നിർബന്ധിക്കുന്നില്ലല്ലോ അവരുടെ Absolutely. വീഡിയോ പോയി കാണാൻ. Absolutely. അവർ നിർബന്ധിക്കുന്നില്ലല്ലോ. അതിനകത്ത് ഒരു കാര്യം കൂടെ പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. അത് പുള്ളിക്കാരത്തി പറഞ്ഞത് സ്ത്രീകൾ തമ്മിൽ ശക്തമായ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളതാണ്. നല്ലതല്ലേ കോമ്പറ്റീഷൻ ഉള്ളത്? അത് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആണോ എന്ന് എനിക്കറിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഹെൽത്തി അല്ലാതെ എങ്ങനെയാകുന്നത്? അവർ ചെയ്യുന്നതിലും കൂടുതൽ വീഡിയോ ഞാൻ ചെയ്യുന്നു, അങ്ങനെയുള്ളതാണോ? നിങ്ങൾക്കും ചെയ്യാമല്ലോ. അതൊന്നും ഒരിക്കലും ഒരു കോമ്പറ്റീഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. എന്നെ കഴിഞ്ഞും മനോഹരമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്നെപ്പോലെ തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വളരെ മോശമായിട്ട് ചെയ്യുന്നുണ്ട്. ഏത് കാറ്റഗറി എടുത്താലും അതിൽ കൂടുതലും കുറവായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും ഒരു ചീത്തയായ കാര്യമല്ല, ഇതൊന്നും മോശപ്പെട്ട കാര്യമല്ല. എല്ലാവർക്കും അവനവൻ്റേതായ രീതിയിൽ ചെയ്യാനുള്ള ആ ഒരു കഴിവ് അതേ ഉള്ളൂ. അതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ സ്റ്റേജിൽ കിടന്ന് ഭയങ്കരമായിട്ട് പാട്ട് പാടി ഡാൻസ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കത് പറ്റുന്ന കാര്യമല്ല. ഞാൻ എഴുതും. എന്നുവെച്ചാൽ സ്റ്റേജിൽ നിന്നൊരു പാട്ട് പാടാൻ എനിക്കറിയാം. അപ്പം അത്യാവശ്യം സംഗതികളും കാര്യങ്ങളും ഒക്കെ അത് അവിടെ തെറ്റുമോ എന്നുള്ള പേടി വരുന്നതുകൊണ്ട് ഞാൻ ചെയ്യില്ല. എനിക്കത്ര ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ പോവാറില്ല. അതാണ് സത്യം. അപ്പം ഈ വീഡിയോ ചെയ്യുന്നവർ അവർക്ക് തന്നെ അറിയായിരിക്കും അവർ ചെയ്യുന്ന എന്താണെന്ന്. എല്ലാവരും പെർഫെക്റ്റ് ആണോ? അവർ ഡാൻസ് ചെയ്യുന്നതിൽ അവർ കംഫർട്ടബിൾ ആണെങ്കിൽ അതിൽ പിന്നെന്താ പ്രശ്നം? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതാണ്. കാരണം ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ റൈറ്റ് ഉണ്ട്, ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒബ്വിയസ്ലി മറ്റൊരാളിനെ അബ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ മനഃപൂർവ്വം കരിവാരി തേക്കാനോ ഒന്നും പോവാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അവരുടെ റൈറ്റ് ഉണ്ടെന്നാണ്, സോഷ്യൽ മീഡിയയിലൂടെ പ്രകടിപ്പിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അതോടൊപ്പം ഒരു ചോദ്യം കൂടെ, നമ്മൾ ഈ അതിനകത്ത് പറഞ്ഞ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീകൾക്ക് വളരെയധികം നഗ്നത പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇടമായി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോം. എക്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഏത് കാര്യങ്ങളും അവിടെ അക്സെപ്റ്റബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിൽ ഇപ്പം അത് ഒരു വളരെ മുതലാക്കുന്ന സ്ത്രീകൾ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ എഗെയിൻ
ഇപ്പം ഓരോരുത്തരും അവരവരുടേതായ ഒരു കംഫർട്ടബിൾ രീതിയിലായിരിക്കും വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ചില കാര്യങ്ങളിൽ ചില വസ്ത്രങ്ങൾ ധരിച്ച് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യത്തിൽ കംഫർട്ടബിൾ അല്ല. പക്ഷേ ഈ ഇങ്ങനെയുള്ള എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു മിനി സ്കേർട്ട് ഇട്ടുകൊണ്ട് വരുന്നു അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. അപ്പം അത് കാണുമ്പം ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എന്താണെന്നൊന്ന് നോക്കും. ചിലപ്പോൾ ആ വീഡിയോ ഫുള്ള് കാണും. അപ്പം ആണുങ്ങൾ ആ പ്രത്യേകിച്ച്. ആണുങ്ങൾ പ്രത്യേകിച്ച് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും കാണും. പോട്ടെ. അപ്പം അപ്പം അവർക്ക് അത്രയും കാഴ്ചക്കാർ കൂടുവാണ്. ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം. അങ്ങനെ ഒരു ഇന്റൻഷനലി അങ്ങനെ ചെയ്യാത്ത ആൾക്കാർ കാണും. ചിലപ്പോൾ അവരിടുന്ന വസ്ത്രങ്ങൾ അങ്ങനെ ആയിരിക്കും. അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ ചിലത് കാണുമ്പോൾ നമുക്കറിയാം അത് അതിനു വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് എന്ന്. അങ്ങനെ ചില ആൾക്കാരുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ചിലതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി മാത്രം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതിൻ്റെ ഒരു കാരണമായിരിക്കും. തീർച്ചയായിട്ടും. എഗെയിൻ നമുക്കറിയില്ല ഇതിന്റെയൊക്കെ പുറകിൽ അവരുടെ മനസ്സിൽ എന്താന്ന് നമുക്കറിയില്ലല്ലോ. അല്ല, മാത്രമല്ല ഒരു മാറുന്ന സമൂഹമാണ് നമ്മളിപ്പോൾ. പണ്ടൊരു കാലത്ത് ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ ഡ്രസ്സ് പോലും ഇട്ടുകൊണ്ട് ഒരാളിനെ സോഷ്യൽ മീഡിയയിൽ സങ്കല്പിക്കാൻ ഇപ്പൊ പറ്റുമോ? നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ സ്ലീവ്ലെസ് ബ്ലൗസുകളൊന്നും അങ്ങനെ അധികം ആരും ഇട്ട് ഞാനൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ അത് വളരെ സാധാരണമാണ്. കാരണം കാലം മാറി. എക്സാക്ട്ലി. അടുത്ത ജനറേഷനെ ഞാൻ നോക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ തന്നെ ഞാൻ നോക്കി അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ തനതായ ഒരു ഡ്രസ്സിങ് സ്റ്റൈലേ അല്ല. എല്ലാവരും ഫ്രോക്ക് ഒക്കെ ഇട്ട് വേറെ ഒരു സ്റ്റൈലിലാണ് ഒക്കെ നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാലത്തിന്റെ മാറ്റങ്ങളായിരിക്കും അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. സഭ്യമായിട്ടുള്ളത് എന്തും എനിക്കത് ഇഷ്ടമുള്ള കാര്യമാണ്. കുട്ടികളൊക്കെ നന്നായിട്ട് ഒരുങ്ങി പോകുന്നത്, കുട്ടികളെന്നല്ല ആരാണെങ്കിലും നന്നായിട്ട് വസ്ത്രം ധരിച്ചു പോകുന്നത് കണ്ടാൽ ഞാനൊന്ന് ശ്രദ്ധിക്കും. കൊള്ളാലോ, നല്ലതാണല്ലോ, അല്ലെങ്കിൽ കളർ സെൻസ് നന്നായിട്ട് അവർക്കുണ്ടല്ലോ, ആ ഡ്രസ് കോഡ് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ നമ്മളെല്ലാവരെയും ആ ഒരു രീതിയിലാണ് കാണുന്നത്. എന്നാൽ ചിലത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഓ അത് വേണ്ടായിരുന്നു, ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ആ ഒരു രീതിയിൽ വന്ന് നിൽക്കണ്ടായിരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന ഞാനും അത് നോക്കും. കാരണം ചില വസ്ത്രധാരണത്തിൻ്റെ ഒരു സവിശേഷതയോ അല്ലെങ്കിൽ ആ ഒരു അത് ചിലപ്പം നല്ലതായതുകൊണ്ടായിരിക്കണമെന്നില്ല. ആ വസ്ത്രം അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ നോക്കിയെന്നിരിക്കും. അപ്പം ഇതൊക്കെ അഗെയിൻ നമുക്ക് പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടമാണ്. ഇപ്പം ഉള്ള ഏറ്റവും വലിയൊരു ഇതാണ് എൻ്റെ ശരീരം എൻ്റെ അവകാശം, ഞാൻ എന്തും ചെയ്യും എന്നുള്ളത്. അപ്പം അവർക്കത് മറ്റുള്ളവരെ കാണിക്കാനാണ് താല്പര്യമെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ പോട്ടെ എന്ന് വിചാരിക്കണം. പക്ഷെ നമ്മൾ പക്ഷെ എങ്ങനെ അതിന്റെ വേണം പിന്നിലും ചിലപ്പോൾ ഒരു ജലസി ഫാക്ടർ ആണതല്ലേ. ചില ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ ചെറിയ ഡ്രസ്സ് ഇടണമെന്നോ നഗ്നതാ പ്രശ്നം നടത്തണമെന്നോ ഒക്കെ അല്ല, ആഗ്രഹമുള്ളവരുണ്ടാവും. ചെറിയ ഡ്രസ്സ് ഇടുന്നു എന്നും പറഞ്ഞ് നഗ്നതാ പ്രദർശനം നടത്തണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇപ്പം ചില കാര്യങ്ങളിൽ ഇപ്പം ചിലർക്ക് ചില വസ്ത്രങ്ങൾ ഇട്ടാൽ അത് നല്ലതായിരിക്കും. നമ്മുടെ ശരീരത്തിന്റെ ഘടന പോലെയൊക്കെ ഇരിക്കും. ചിലര് വളരെ സ്ലിം ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണും. അവർക്ക് ഏത് വസ്ത്രങ്ങൾ ഇട്ടാലും നല്ലതായിരിക്കും. എന്നാൽ കുറച്ച് തടിച്ചിട്ടുള്ള ആൾക്കാർ ഇപ്പം തടി വെച്ചിരിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടാണോ എന്നില്ല, ചിലപ്പം ഹോർമോണൽ ചേഞ്ചസ് ആയിരിക്കും. അവർക്ക് ആഗ്രഹം കാണും. പക്ഷെ എനിക്ക് തോന്നുന്നു UK-ലാണെങ്കിൽ അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റും. പക്ഷെ മലയാളികളുടെ എണ്ണം കൂടുന്നതാണോ കുഴപ്പമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പല കമന്റുകളും പല രീതിയിലും ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കുക. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക. അതേ പറയാൻ തീർച്ചയായിട്ടും. പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്, ഓരോരുത്തരുടെ തീർച്ചയായിട്ടും. അവകാശമാണ് അല്ലേ. അവരെന്ത് ധരിക്കണമെന്നോ അവരെന്ത് കാണിക്കണമെന്നോ അവരുടെ അവകാശമാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു സഹ ആ, ആ, മനുഷ്യനെ വേദനിപ്പിക്കാതെ അത്രേ ഉള്ളൂ. ഉപദ്രവിക്കാതെ ചെയ്യാതെ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിൽ പ്രശ്നമില്ല നമ്മൾ എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ വിഷമിപ്പിക്കാതിരിക്കും. ഇപ്പൊ അവര് ചെയ്യുന്ന ഇഷ്ടമില്ലെങ്കിൽ ആ വീഡിയോ അവർ നമുക്ക് പേഴ്സണലി അയച്ചു തരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് നിങ്ങൾ ചെയ്യണ്ട, എനിക്ക് താല്പര്യമില്ലെന്ന് പറയാം. അത് ചെയ്യാത്തിടത്തോളം കാലം അത് അവരുടെ ഇഷ്ടമാണ്, അവർ ചെയ്യട്ടെ. പക്ഷെ ഇതിനകത്ത് മറ്റൊരു ഡേഞ്ചറസ് ഏരിയ വരുന്നത് എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കാണുന്നൊരു ചെറിയ കുട്ടി, 14-15 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾ നോക്കുമ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു നിവൃത്തിയില്ലാത്ത ചിലപ്പോൾ ആളായിരിക്കാം. അവർ നോക്കുമ്പോൾ ഇത്തരത്തിൽ പല ആൾക്കാരും മാതൃകാപരമായിട്ട് വരുന്നുണ്ട്. ഇപ്പം നഗ്നതാ പ്രശ്നം നടത്തുന്നവരോ അല്ലെങ്കിൽ ഇങ്ങനെ എക്സ് റേറ്റഡ് മൂവിയിലൊക്കെ അഭിനയിക്കുന്നവരൊക്കെ ഉള്ള ഒരു മാതൃക ആൾക്കാരായിട്ട് വരികയും ഇവർക്ക് അതിനെ ഫോളോ ചെയ്യണം, കാശുണ്ടാക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നൊരു സംഭവം വരുന്നില്ലേ?
അങ്ങനെ ചോദിച്ചാലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഒരു പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് വളർത്തു ദോഷമാണെന്നൊക്കെ പറയും. അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ കുട്ടികളെ എത്ര നന്നായിട്ട് വളർത്തിക്കൊണ്ട് വന്നാലും അവർക്കൊരു സ്വഭാവവും രീതികളും ഒക്കെ ഉണ്ട്. അവരതിലേക്കേ മാറുള്ളൂ. ചിലപ്പം ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഒരു ചെറിയ രീതിയിൽ അവരെ പക്ഷെ ഒരു പേടി ഭയം എന്ന് പറയുന്നൊരു സംഭവം പേടി ഉണ്ടല്ലോ. ഭയം ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു 18 വയസ്സ് കഴിയുമ്പോഴത്തേക്കും 18 വയസ്സായി എനിക്കിനി സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ള ഒരു ഇതൊക്കെ വരും. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള എക്സ് റേറ്റഡ് മൂവിയിൽ അഭിനയിക്കുന്നവർ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതൊരു ജോലിയായിട്ട് കൊണ്ടുപോകുന്നവരൊക്കെ അവർ വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് ഇതെൻ്റെ ജോലിയാണെന്ന്. അപ്പം അവരതിൽ അഭിമാനം കൊള്ളുന്നു. പിന്നെ നമ്മളെന്ത് പറയാനാ. ഇപ്പം കുട്ടികൾ അതിനെ പിന്തുടർന്ന് പോകുന്നെന്ന് പറഞ്ഞാല് കാരണം ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു ഇപ്പം നമുക്ക് ഫാമിലിയിലാണെങ്കിൽ പലപ്പോഴും ഫാമിലികളിൽ ഗൈഡൻസ് കൊടുക്കാറുണ്ട് ഒക്കെ ഉണ്ട്. അത് ഇതൊന്നും കൊടുക്കാൻ ഗൈഡൻസ് ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിലുള്ള സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു പാവപ്പെട്ട പയ്യൻ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടി അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരു മാതൃകയാക്കാമെന്ന് തോന്നിയിട്ട് ആ ലെവലിലേക്ക് വരുന്നവരില്ലേ? സാധ്യതയുണ്ട്. സാധ്യതയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാധ്യത എപ്പോഴും എന്ത് കാര്യത്തിലും ഉണ്ട് സാധ്യതകൾ. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിലും ഉണ്ട്. അതൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക്. പണം കിട്ടും, പ്രത്യേകിച്ച് യാതൊരു ചെലവുമില്ല. ഒരു ക്യാമറയും ഇന്റർനെറ്റും ഒരു അടച്ചിട്ട മുറിയും മതി. ഇനി അടച്ചിട്ടത് വേണമെന്ന് പോലും നിർബന്ധമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നിലയിലേക്ക് ഇപ്പം വെസ്റ്റേൺ കൾച്ചർ പിന്തുടരുക എന്ന് പറയും. വെസ്റ്റേൺ കൾച്ചറിൽ ഇങ്ങനെയൊന്നും നമ്മൾ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ ആ ഒരു ഇതിൽ കാണാറുള്ളൂ. അത് തന്നെ അവരുടെ വേറൊരു സൈഡാണ്. അപ്പൊ എല്ലാരും പറയും സാധാരണ സ്ത്രീ അങ്ങനെ ചെയ്യത്തില്ല. ഇല്ല, എക്സ് റേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ കാണും. ചുമ്മാതെ എല്ലാരും കാണും. പക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ വളരെ ക്ലീൻ ആയിരിക്കും. നമ്മൾ എല്ലാ മനുഷ്യനും ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. എല്ലാ മനുഷ്യനും ഉണ്ട് ഡാർക്ക് സൈഡ്. അതിൽ നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ല വശങ്ങൾ തന്നെയാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പം ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയാം. ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ സ്വഭാവത്തിന്റെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ എൻ്റെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് വിരലിലെണ്ണി തീരത്ത് പോലും ഇല്ല. അത്രയും ചെറിയൊരു സർക്കിളാണ്. അപ്പൊ അത് അത്ര അടുപ്പമുള്ള ആൾക്കാർ. അല്ലാതെയുള്ള ആൾക്കാരുടെ അടുത്ത് എൻ്റെ പിടിവാശിയോ ദേഷ്യമോ സങ്കടമോ ഇതൊന്നും ഞാൻ കാണിക്കാറില്ല. എനിക്ക് എൻ്റെതായ ഒരു തനത് ശൈലിയുണ്ട്. അതിൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. അത് കോൺഷ്യസ് ആണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മിക്ക മനുഷ്യരും അങ്ങനെയാണ്. 100%. ഇപ്പം ഞാനൊരു സിനിമ കണ്ട് ആരോ പറഞ്ഞ പോലെ നമ്മളെല്ലാരെയും പഠിപ്പിച്ച അല്ലെ, നമ്മളെ പഠിപ്പിച്ച ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. അതല്ലാത്തൊരു നമ്മളും ഉണ്ട്. അല്ല, എനിക്ക് എന്ത് വസ്ത്രം ധരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള എൻ്റെ വീട്ടിൽ എനിക്ക് ചെയ്യാനുള്ള എനിക്കെന്നും പറഞ്ഞ് ജോലി എഴുതി വെച്ചിരിക്കുന്നതല്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പം എല്ലാം നന്നായിട്ട് പോകുമ്പം എന്തിൻ്റെ പേരിലാണ് എന്നോട് പിന്നെ നോ പറയുന്നത്? ചില ആൾക്കാർ പറയുന്നത് കുലസ്ത്രീയാണ്. ഒരു കുലസ്ത്രീയും അല്ല, ഞാൻ കുലസ്ത്രീയൊന്നുമല്ല. എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട്. ഞാൻ അതിലൂടെ സഞ്ചരിക്കുന്നു. അതിനകത്ത് ഇപ്പം ഒരു കാര്യം നടന്നില്ലെങ്കിൽ ഉടനെ കുലസ്ത്രീ അല്ലെങ്കിൽ സംഘി പിന്നെന്ത് കുറെ പേരുകളുണ്ട്, സുഡാപ്പി, ഭയങ്കര രസമാണ്. അപ്പൊ അതിലതൊന്നും കാര്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇത് കഴിഞ്ഞ് അടുത്ത ജന്മം ഉണ്ടെന്ന് പറയുന്നത് ആർക്കറിയാം? നമുക്കറിയില്ല. ഇതെല്ലാം ഒരു വിശ്വാസം മാത്രം. നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ഇഷ്ടത്തോടെ എന്ത് കാര്യത്തിനും കുഴപ്പമില്ല അല്ലേ? ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യത്തിന് വല്ലാത്തൊരു ഭംഗിയാണ്. നമുക്ക് അത്രയും ഇഷ്ടത്തോടു കൂടി ഇപ്പം ഒരു ആൽബം ചെയ്യുന്നു, അതിന് വരികൾ എഴുതുമ്പോൾ ആ മ്യൂസിക് ഇഷ്ടപ്പെട്ട് അത്രയും ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷമാണ്. അത് മറ്റൊരാൾക്ക് ഇല്ല, അതൊരു പ്രശ്നമേ അല്ല. നമുക്ക് തരുന്ന ഒരു സംതൃപ്തിയുണ്ട്. അതാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ചിന്തിക്കാനുള്ള ആ ഒരു ഇത് ഞാൻ വളർന്നു വന്ന സാഹചര്യം അതിലൊരു പ്രധാന ഘടകമാണ് അതെനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ തന്നെ എൻ്റെ ചുറ്റുപാടിനെ അങ്ങനെ മാറ്റിയെടുത്തു പല സാഹചര്യങ്ങളിൽ വന്നപ്പോൾ. ഇപ്പം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ താമസിച്ച സമയത്താണെങ്കിലും ഹോസ്റ്റലിൽ നിന്നപ്പോഴാണെങ്കിലും വിവാഹം കഴിഞ്ഞപ്പോഴാണെങ്കിലും ഒക്കെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും ഒക്കെ നമ്മളെ പല രീതിയിൽ സ്വാധീനിക്കാറുണ്ട്. ചില കാര്യങ്ങൾ എഴുതുമ്പം പറയുമ്പോഴൊക്കെ ചില ആൾക്കാർ ഭയങ്കര നെഗറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കഴിവതും അങ്ങനെയുള്ള ആൾക്കാരെ കുറച്ചൊന്ന് മാറ്റി നിർത്തും. കാരണം ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ
നമുക്കത് വളരെ മോശമായിട്ടേ ഉള്ളൂ. നമുക്ക് പല കാര്യങ്ങളിലും അവര് നമ്മൾ, അതായത് ഒരു ഉപയോഗവും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് പറഞ്ഞ ഒരിക്കലും തീരില്ലാത്തൊരു ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഒരു വളരെ നമ്മളെപ്പോഴും വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളെ മനസ്സൊരിക്കലും ഒരു സ്ഥലത്തിലേക്ക് മാത്രം ഫിക്സ് ചെയ്ത് ഇതായിരിക്കും ശരി, ഇതാണ് തെറ്റ് എന്ന് പറയുന്നതിനപ്പുറം അല്ലേ, നമ്മൾ വളരെ എപ്പോഴും ഓപ്പണായി ഓടുകൂടി എല്ലാത്തിനെയും സമീപിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതാണ് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായത്. കുറച്ചുകൂടെ ഈസി ആയിരിക്കും ലൈഫ്. അപ്പം ടൈപ്പിലെ പ്രേക്ഷകൻ്റെ അഭിപ്രായം കൂടെ നമുക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും ആൾക്കാർ പറയട്ടെ, എന്നല്ലേ നമുക്ക് അറിയത്തുള്ളൂ. ഓരോരുത്തർക്കും പറയാനുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും. അബ്സല്യൂട്ട്ലി. താങ്ക് യു. എന്താ പറയാ, വീണ്ടും ഒരു നല്ല ടോക്കിന്.